റഷ്യയെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോഴിതാ യുക്രൈൻ റഷ്യയുടെ ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണ് റഷ്യയിലെ യുക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, റഷ്യ കഴിഞ്ഞ ദിവസം യുക്രൈനിലുള്ള ഒരു അമേരിക്കൻ ആയുധ കമ്പനി സമ്പൂർണ്ണമായി തച്ച് തകർത്തിരുന്നു. ഇതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക യുക്രൈൻ വഴി റഷ്യയുടെ ആണവ കേന്ദ്രത്തിൽ അടിച്ചത് എന്ന് പല രാജ്യങ്ങളും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് പഠിച്ച പണി 18 നോക്കി വരുന്ന ഒരു സമയത്താണ് ഈ ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത്. എന്തായാലും റഷ്യൻ പ്രസിഡന്റ്, യുക്രൈൻ പ്രസിഡന്റും യൂറോപ്യൻ നേതാക്കളും എന്നിവരുമായി നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയെങ്കിലും ഈ യുദ്ധത്തിന് നിർത്താനുള്ള ഫലമൊന്നും ഉണ്ടായില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കിടയിൽ റഷ്യ യുക്രൈനെതിരായിട്ടുള്ള ആക്രമണം തുടരുകയാണ്. എന്തായാലും സ്വാതന്ത്ര്യ ദിനത്തിലാണ് റഷ്യയുടെ കുർസ്ക് ആണവ യൂണിറ്റും ഈസ്റ്റ് ലുഗ ഇന്ധന ടെർമിനലും ആക്രമിച്ചുകൊണ്ട് യുക്രൈൻ പുടിനെ അതിഭീകരമായി പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു യുദ്ധക്കുറ്റം കൂടെയാണ്, അതായത് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പന്ത് റഷ്യയുടെ കോർട്ടിലാണ്. ഇനി ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ തിരിച്ചടി യുക്രൈന് റഷ്യ നൽകുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി 24 മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചതായി ഡൊണാൾഡ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ 7 മാസങ്ങൾക്ക് ശേഷവും യുദ്ധം അതിൻ്റെ പാരമ്യതയിൽ തന്നെ തുടരുകയാണ്. യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലതാനും. സമാധാന ചർച്ചകൾക്കിടയിലും റഷ്യ യുക്രൈനിൽ വ്യോമാക്രമണം തുടരുകയാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി 91 ഓഗസ്റ്റ് 24 സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഞായറാഴ്ച യുക്രൈൻ റഷ്യക്കെതിരെ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തി. അതിർത്തിയിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള റഷ്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമായ കുർസ്കിലാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടത്തിയതും പ്ലാന്റിൻ്റെ റിയാക്ടറിൻ്റെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ 50% നിലച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഉസ്ത് ലുഗ ഇന്ധന ടെർമിനലും യുക്രൈൻ തീയിട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറുവശത്ത് 12-ലധികം സ്ഥലങ്ങളിലായി 95% യുക്രൈൻ ഡ്രോണുകളും വെടിവെച്ചിട്ടതായിട്ടാണ് റഷ്യ അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.